നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ല രൂപീകൃതമായത് 1957 ജനുവരി 1. ഗസലുകളുടെ നാട് കോഴിക്കോട്. സാമൂതിരിയുടെ തലസ്ഥാനം കോഴിക്കോട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട്. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനമുള്ള ജില്ല കോഴിക്കോട്. ഏറ്റവും കുറവ് കർഷകരുള്ള ജില്ല കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കോളാരഹിത ജില്ല കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ 3G ഫോൺ സേവന നഗരം കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടി. കേരളത്തിലെ ആദ്യത്തെ നാളികേര വ്യവസായ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുറ്റിയാടി. കേരളത്തിലെ ആദ്യത്തെ വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് SPC ആദ്യമായി അവതരിപ്പിച്ചത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി. VK കൃഷ്ണമേനോൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. മിഠായി തെരുവ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഖാദി ഗ്രാമം ബാലുശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വൈഫൈ സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവദാന ഗ്രാമവും നേത്രദാന ഗ്രാമവും ചെറുകുളത്തൂർ. കേരളത്തിലെ ടൈൽ വ്യവസായത്തിന് പ്രസിദ്ധമായ സ്ഥലം ഫിറോക്ക്. വാസ്കോഡ ഗാമ എത്തിയ സ്ഥലം കാപ്പാട് 1498 മെയ് 20. വാസ്കോഡ ഗാമ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കാപ്പാട്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ജനപങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യ നഗരം ഒളവണ്ണ. നല്ലളം ഡീസൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് രാജവംശം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരം കോഴിക്കോട്. സാമൂതിരിയുടെ നാവികസേനാ തലവൻ കുഞ്ഞാലി മരയ്ക്കാർ. സത്യത്തിലെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോട് തുറമുഖം. ചരിത്രപ്രധാനം കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും പ്രസിദ്ധമായ വെള്ളിയാങ്കല്ല് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ലോകനാർക്കാവ് ക്ഷേത്രം, കുറ്റിച്ചിറ മിസ്കാൻ പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയ സ്ഥലം കോഴിക്കോട്. സരോവരം ബയോ പാർക്ക്, കാപ്പാട് കടൽ തീരം എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോട്. ബ്രിട്ടീഷ് മലബാറിലെ ആദ്യത്തെ കളക്ടർ വില്യം മക്ലിയോഡ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട്. ഉദ്ഘാടനം ചെയ്തത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന്. സുൽത്താൻ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ബേപ്പൂർ. ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബഷീർ. കരക്കപ്പലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ബേപ്പൂർ. ഫറോക്ക് പട്ടണം പണി കഴിപ്പിച്ചത് ടിപ്പു സുൽത്താൻ. കക്കയം വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ ചവർ രഹിത നഗരം കോഴിക്കോട്. പ്രഖ്യാപിച്ചത് 2004. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം ഉള്ള ജില്ല കോഴിക്കോട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള താലൂക്ക് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത നഗരം കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി 3G മൊബൈൽ സംവിധാനം ലഭ്യമായ നഗരം കോഴിക്കോട്. വർഷം 2010. 1923 കോഴിക്കോട് ആസ്ഥാനമാക്കി ആരംഭിച്ച പത്രം മാതൃഭൂമി. 1942 കോഴിക്കോട് നിന്നും ആരംഭിച്ച പത്രം ദേശാഭിമാനി. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ KP കേശവമേനോൻ.
മാതൃഭൂമി എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ് KP കേശവമേനോൻ. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പവർ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കക്കയം. തുഷാരഗിരി വെള്ളച്ചാട്ടം, വെള്ളരിമല വെള്ളച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഗോളിയർ റയോൺസ് സ്ഥിതി ചെയ്യുന്നത് മാവൂർ. തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലം കല്ലായി. കേരളത്തിൽ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രം ഫറോക്ക്. ഏഷ്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകാൻ പോകുന്ന സ്ഥലം കോഴിക്കോട്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2016 വേദിയായത് കോഴിക്കോട്. മൂന്നാം ആഗോള ആയുർവേദ ഫെസ്റ്റ് 2016 വേദിയായത് കോഴിക്കോട്. ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദി. കരകൗശല ഗ്രാമമായി പ്രഖ്യാപിച്ച കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഇരിങ്ങൽ. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങൽ. ആദ്യ പുകയില വിമുക്ത നഗരം കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജ് പാലിശ്ശേരി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. വാസ്കോഡ ഗാമ 1498 കപ്പലിറങ്ങിയ കാപ്പാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ. ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലം പെരുവണ്ണാമൂഴി. കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമൂഴി. VK കൃഷ്ണമേനോൻ ആർട്സ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. PT ഉഷയുടെ ജന്മസ്ഥലം പയ്യോളി. തച്ചോളി ഒതേനൻ്റെ സ്വദേശം വടകര. വടക്കൻ പാട്ടുകൾക്ക് പ്രസിദ്ധമായ കടത്തനാട് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. SK പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലം മിഠായിത്തെരുവ്. മിഠായിത്തെരുവിന് അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് ഏത് സാഹിത്യകാരൻ്റെ പ്രതിമയാണ്? SK പൊറ്റക്കാട്. രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം. ഡോൾഫിൻ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. മാനാഞ്ചിറ മൈതാനം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. 1991 ഏപ്രിൽ 18 മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയ വ്യക്തി ചേലക്കാടൻ ആയിഷ. കോഴിക്കോടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. കോഴിക്കോട് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം 1950. നല്ലളം താപവൈദ്യ നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കടലാമകളുടെ പ്രസരണ കേന്ദ്രമായ കോഴിക്കോട് കടൽ തീരം കൊളാവിപ്പാലം. അന്തർദേശീയ പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ടത് കോഴിക്കോട്. വൈഫൈ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കടലുണ്ടി തീവണ്ടി അപകടം നടന്നത് 2001 ജൂലൈ 21. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കോഴിക്കോട് വിമാനത്താവളം അഥവാ കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം. വാട്ടർ കാർഡ് സിസ്റ്റം ആരംഭിച്ചത് കോഴിക്കോട്. ആദ്യത്തെ വാട്ടർ മ്യൂസിയം ആരംഭിച്ചത് കോഴിക്കോട്. ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യ സൈബർ പാർക്ക് UL സൈബർ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ പാർക്ക് തൻ്റെയിടം ജെൻഡർ പാർക്ക് കോഴിക്കോട്. ഇന്ത്യയിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വായൂർ. പൊതുജന പങ്കാളിത്തത്തോടെയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഒളിവണ്ണ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് IIM സ്ഥാപിതമായത് കോഴിക്കോട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് നിർദ്ദേശ് സ്ഥിതി ചെയ്യുന്നത് ചാലിയം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.